This news is brought to you by Arex Travel and Holidays, City Square Building, ചെറുപുഴ. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംരംഭകരെ ആദരിക്കലും സെമിനാറും സംഘടിപ്പിച്ചു. ചെറുപുഴ ശ്രേയസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ വർഗീസ് താന്നിക്കാക്കുഴി ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു. സോണിയ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ ഉത്തരവാദിത്വപൂർണമായ ചോദ്യങ്ങൾ ചോദിച്ചൊരു അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ എന്ത് തുടങ്ങണമെന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. നമുക്ക് തുല്യതയുണ്ടോ എന്ന ചോദ്യവുമായിട്ട് സോണിയ ഈ വനിതാ ദിനം വളരെ അർത്ഥവത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അധ്യക്ഷ പ്രസംഗത്തിലൂടെ നമ്മുടെ ശ്രീമതി സോണിയ മുമ്പോട്ട് വെച്ച ചോദ്യങ്ങൾ, നമുക്ക് തുല്യതയുണ്ടോ, നമ്മളെല്ലാവരും ചെയ്യുന്നത് ഒരേ പ്രാധാന്യമുള്ള പ്രവൃത്തിയാണോ എന്നൊക്കെ നാം വീണ്ടും വീണ്ടും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇന്ന് ശ്രീ കെ രതീഷ് ഇവിടെ വന്ന് ഈ മോട്ടിവേഷൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉയരും. അതൊക്കെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കുവാനും നമുക്ക് കൂടുതൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ ഇത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ശ്രീമതി സോണിയ ചോദിച്ചതുപോലെ ഇതുപോലുള്ള അവസരങ്ങളിൽ പ്രസംഗിക്കാനും ആദരിക്കാനും വേണ്ടി മാത്രമാണോ? ഇപ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ തീം, ആപ്തവാക്യം ശ്രീമതി ഡോളി പറഞ്ഞു, ഗിഫ്റ്റ് ടു ഗെയിൻ എന്നാണ്. അതിൻ്റെ വിശകലനമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ നൽകുന്നതിലൂടെ നേടുക എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ സമുദ്ധാരണത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി സമൂഹം കൂടുതൽ നൽകണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതുവഴി സ്ത്രീ സമൂഹം കൂടുതൽ ശാക്തീകരിക്കപ്പെടണം എന്നുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷണൽ ട്രെയിനർ രജീഷ് കെ പറമ്പിൽ സെമിനാറിന് നേതൃത്വം നൽകി. ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു, യൂണിറ്റ് പ്രസിഡന്റ് ഷാജി TJ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. യൂണിറ്റ് CDO ഡോളി ജോജി സ്വാഗതവും ശ്യാമള ഉമേശൻ നന്ദിയും രേഖപ്പെടുത്തി. ശ്രേയസ് പുരുഷ സ്വയം സഹായ സംഘങ്ങളാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. നാളെയാണ് മാർച്ച് 8, പക്ഷെ നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇന്നത്തെ നമ്മൾ ശനിയാഴ്ചയിലേക്ക് മാറ്റി ഇന്നത്തെ പരിപാടികൾ നടക്കുന്നത്. മാർച്ച് 8 നമ്മൾ വനിതാ ദിനം ആചരിക്കുന്നെങ്കിലും നമ്മുടെ വനിതകൾ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വനിതകൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലല്ലേ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ജീവിക്കുന്നത്. അതായത് നമ്മുടെ മക്കളായി, നമ്മുടെ മാതാപിതാക്കളായി, അല്ലെങ്കിൽ മറ്റുള്ളവരായി, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും ഓടുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഒരു ദിവസം പോലും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ രാവിലെ എന്നിട്ട് എന്താ ചെയ്യുക, നമ്മുടെ മക്കളെ ഇപ്പോൾ സ്കൂളിൽ വിടണം, അല്ല ബാക്കി കാര്യങ്ങൾ നോക്കണം. ഇന്ന് തന്നെ ഇപ്പം രാവിലെ വരുമ്പോൾ എന്തെല്ലാം വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ പുരുഷന്മാർക്ക് അങ്ങനെ ചെയ്യേണ്ട, അവർക്ക് രാവിലെ എഴുന്നേറ്റ് പോവാം. തുല്യത, സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ തുല്യത വിഭാവനം ചെയ്യുന്ന ഒരു സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് മാർച്ച് 8. 1977 UN ഔദ്യോഗികമായി മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചപ്പോൾ ഏകദേശം 48-50 വർഷക്കാലം മാർച്ച് 8മായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിവിധ മുഖങ്ങളിലൂടെ, വിവിധ പ്രദേശങ്ങളിലൂടെ നമ്മളിത് ദിനം വർഷം തോറും കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തുല്യത എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് വനിതാ ദിനത്തിൽ ഇതിൻ്റെ ആശംസകൾ നേരുന്ന ശ്രേയസ് പുരുഷ സ്വാശ്രയ സംഘത്തിൻ്റെ മെമ്പർമാരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ സ്ത്രീകൾ തുല്യത നേടി എന്നുള്ളതാണ്. കാരണം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ചേച്ചിമാരും വേർത്ത് കുളിച്ച് ആയിരുന്നു ഈ ഓരോ
മീറ്റിങ്ങിലും ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സ്കൂട്ടി, കാറ്, അതിനേക്കാൾ ഈ യുവതികൾക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ അവർ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നമ്മുടെ പത്രവാർത്തകളിലോ ഈ മൊബൈലിൽ കൂടെ നമ്മൾ കണ്ടു കാണുമെന്നതാ റിച്ച് കിട്ടാൻ വേണ്ടിയോ മുട്ടും എന്താ പറയുന്നത് റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടിന്നോ തട്ടിന്നോ പറഞ്ഞ് ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരു കേട്ട് നമുക്കറിയാം. അതിനെപ്പറ്റി ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും ചെയ്തു. എന്നാലും ആ കുടുംബത്തിന് ഒരു പുരുഷൻ നഷ്ടപ്പെട്ടു എന്നല്ലാണ്ട് അവർക്കോ ആർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഒരുപാട് അതിന് കടന്ന സ്വാതന്ത്ര്യമായി പോയോ എന്ന് സംശയമില്ലാതല്ല ഈ വരുന്നതിന്. ഞാനൊരു മുഖസ്തുതി പറയുന്നതല്ല, നിങ്ങൾ ശ്രേയസ് കുടുംബാംഗങ്ങളാണ്. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ ഇവിടെ എത്തിയെന്ന് ഇവിടെ പറയുകയുണ്ടായി, എനിക്ക് അടുത്തറിയുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരാണ്. ഇപ്പോൾ നമുക്ക് ആ ചൂടിനെ അങ്ങോട്ട് മാറ്റി നിർത്താം. വെയിൽ ദേഹത്ത് അടിക്കുന്നുണ്ടെങ്കിൽ മാറിയിരിക്കാം കേട്ടോ, സൗകര്യങ്ങളുണ്ട് നോക്കിയിട്ട്, സാഹചര്യം പോലെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു പേരിങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ പത്രത്തിൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ഫോട്ടോയും പേരും ജീവിത കഥയൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. കുട്ടിയുടെ പേരെന്താണ്? ശ്രേയാണോ? ശ്രീജ അല്ലെ? നോക്കൂ, ശ്രീജ അല്ലെ? എന്താണ് ശ്രീജയെ കുറിച്ച് ഒരു പത്രം കൊടുത്തിരിക്കുന്ന ഹെഡിങ്? ശ്രീജ മാത്രമല്ല, മറ്റു കുട്ടികളുമുണ്ട്. ഇവർ പാഠമാണ്. ശ്രീജ നമ്മുടെ മലയാളിയാണ്, തിരുവനന്തപുരം ജില്ലക്കാരിയാണ്. ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും അല്ലേ? വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വന്ന്, സാമ്പത്തികമായി മാത്രം പിന്നാക്കാവസ്ഥയിൽ നിന്നും വന്ന് ഇന്ന് IAS, അതായത് IFS നേടണം, അതായത് ഇവിടെ ഒന്നും നിൽക്കില്ല എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ വിദേശത്ത് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്ന വളരെ സൗന്ദര്യാത്മകമായ ഒരു കാവ്യ ഭംഗിയുള്ള ശ്രീജയുടെ വാക്കുകൾ കണ്ടു. ഞാൻ ഇന്നയാളാകും, ഒറ്റ തവണ കൊണ്ട് ഞാൻ IFS നേടുമെന്ന് ശ്രീജ എവിടെ എഴുതിയിട്ടിരുന്നു? 2 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മുറിയിൽ എഴുതിയിട്ടിരുന്നു. ആ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് രാവിലെ പത്രം വായിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതാണ് നോക്കൂ, ഇത് കണ്ടോ, എഴുതിയിട്ടതിൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, IFS ഇൻ 2026 ഞാൻ നേടി. പ്രതിസന്ധികളുണ്ട്. ശ്രീജയുടെ അപ്പൻ പപ്പ പറഞ്ഞത് എന്താണെന്നറിയാമോ? അഭിമുഖത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ വെറും 200 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. യാത്രകൾ ഇനി സ്വപ്നമല്ല, സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി. നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷൻ ഇല്ലാതെ പൂർത്തിയാക്കാം. എയറെക്സ് ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, സിറ്റി സ്ക്വയർ ബിൽഡിംഗ്, ചെറുപുഴ. വിസിറ്റിംഗ് വിസ, ഉംറ വിസ, വിസ സ്റ്റാമ്പിംഗ്, ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം. ഒപ്പം മികച്ച നിരക്കിൽ എയർ, ട്രെയിൻ, ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ, പാസ്പോർട്ട് സേവനങ്ങൾ, ഗാങ്ക മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ. ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ, യാത്ര തുടങ്ങാം എയറെക്സിനൊപ്പം. യാത്രകൾ ഇനി ആവേശകരമാകട്ടെ. ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട. സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ എയറെക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് തന്നെ വിളിക്കൂ 7994423062.